നോക്കിയേ, ഇവിടെ ഈ ബോയ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഹി ഈസ് മൂവിങ് ദ ട്രോളി, റൈറ്റ്? എത്ര നേരമാണോ ട്രോളി വലിക്കുന്നത് അത്രയും നേരം ട്രോളി മൂവ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ വലിച്ചില്ലെങ്കിലോ ട്രോളി നിൽക്കും. സോ വെൻ ദ ബോയ് അപ്ലൈസ് എ ഫോഴ്സ് ഓൺ ദ ട്രോളി ഇറ്റ് മൂവ്സ്. ഇനി കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്ത് പറ്റും? ദ ട്രോളി മൂവ്സ് മോർ. സോ ഇവിടെ what Aristotle said is right. No, not really, because he missed an important point. എന്താണെന്നറിയാവോ അത്? It's the resistive force called friction. എന്താണ് friction? Friction is a force that opposes the relative motion between the two objects in contact. ഇവിടെ കണ്ടോ, the boy is trying to push a gate. So the object moves when the applied force is greater than the force of friction. അല്ലേ? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ ഓവർകം ചെയ്യാവുന്ന വിധത്തിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. വാട്ട് കോസസ് മോഷൻ? എന്തായിരിക്കും ചലനത്തിന്റെ കാരണം? യെസ്, an external force is required to keep a body in motion. ബട്ട് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. A resistive force should be present. So an external force is required to keep a body in motion only if resistive forces are present. Thanks to Galileo Galilei. എന്തുകൊണ്ടായിരിക്കും? His observation was right. Motion of an object in an inclined plane. Inclined plane ഇരിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈസി ആയിട്ട് മൂവ് ചെയ്യും അല്ലേ? Think about a cyclist climbing down a big mountain. It is easy for him to come down rather than to go up. Why? It's because of this inclined plane. Think about a motion in a horizontal plane. Here, എന്താണ്, നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം എന്താണ്? The ball is having a constant velocity. So Galileo concluded that an object moving on a frictionless horizontal plane should move with constant v, that means constant velocity. അങ്ങനെയാണ് ഗലീലിയോ ലോ ഓഫ് ഇനേർഷ്യയിലേക്ക് വന്നെത്തുന്നത്. A body moving on a frictionless surface should move with constant velocity. എന്താണ് inertia? Yes, the resistance of a body to change its state of motion. പഠിക്കാത്തൊരു കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ ശ്രമം നടത്തുമ്പോൾ അവന്റെ ലേസ്നെസ് മാറില്ലേ? അതുപോലെ തന്നെയാണ് ഇനേർഷ്യയെ ഓവർകം ചെയ്തൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? In life, inertia has many practical applications. First, let's think about inertia of rest. Here, the person falls backward when a bus starts suddenly. In this case, you can see inertia of motion because the bus is in motion, and when the bus applies the brake, what happens? The moving bus stops suddenly and the person falls forward. It's because of inertia of motion. Here also you can see the same effect. Think about inertia of direction. ഒരു സ്റ്റോൺ നമ്മളൊരു കയറിൽ കെട്ടിയിട്ട് നമ്മളൊന്ന് സർക്കുലർ മോഷനിൽ അത് ഫ്ലൈ ചെയ്യുവാണെങ്കിൽ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടല്ലേ? ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. ബട്ട് ഇറ്റ് ഫ്ലൈസ് ഓഫ് ടാൻജൻഷ്യലി വെൻ ദ സ്ട്രിങ് സഡൻലി ബ്രേക്സ്. സെയിം തന്നെയാണ് കേട്ടോ നമുക്കിവിടെ ഈ ഒരു ഫാൻ്റെ മോഷനിലും കാണുക. സോ Aristotle's law was falsified by Galileo, and Galileo's law of inertia laid the foundation for Newton's laws of motion. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കഥ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഗലീലിയോയുടെയും അരിസ്റ്റോട്ടലിന്റെയും നിയമങ്ങൾ തന്നെയാണ് ന്യൂട്ടന് സഹായകരമായത്. എന്തിന്? ചലന നിയമങ്ങൾ ഉണ്ടാക്കുവാനായിട്ട്. So thanks to Sir Isaac Newton, that's why today we are going to learn about laws of motion, ചലന നിയമങ്ങൾ +1 chapter 4. Let's learn about Newton's laws of motion. So
നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെക്കുറിച്ചും അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. നമുക്കറിയാം ന്യൂട്ടൻ ഒന്നാം നിയമം, രണ്ടാം നിയമം, മൂന്നാം നിയമം, അങ്ങനെ 3 വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ ഒരു ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ നിയമം നമുക്ക് കാണാം. ഇത് ഇനേർഷ്യ അഥവാ ജഡത്വവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ് ജഡത്വമെന്നും അതിൻ്റെ 3 ടൈപ്പുകൾ ഏതാണെന്നെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പന്ത് നമ്മൾ ഉരുട്ടി വിട്ടാൽ അല്ലെങ്കിൽ ഒരു തട്ട് കൊടുത്താൽ അത് ഉരുണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉരുണ്ടുകൊണ്ടേ ഇരിക്കേണ്ടതല്ലേ. എന്തുകൊണ്ടാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അത് നിന്നു പോകുന്നത്? അല്ലെങ്കിൽ ഒരു കരിങ്കല്ല് അതൊരു പൊസിഷനിൽ റെസ്റ്റിലിരിക്കുക, അത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുവാണ്, ആ റെസ്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതെന്തുകൊണ്ടാണ്? നമുക്ക് മറ്റു രീതിയിൽ ചിന്തിച്ചാൽ, പഠിക്കുന്ന നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ അവൻ എന്നും ടോപ്പാ അല്ലേ, പഠിച്ച് അവൻ എന്നും ആ ഒരു അവൻ്റെ പേസ് അവൻ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. പഠിക്കാത്തവരാകട്ടെ അവരെന്നും ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് അവരങ്ങനെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. എന്താ ഒരു മാറ്റമില്ലാത്ത? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ഇല്ല അല്ലേ. അമ്മയുടെ തല്ല് കൊള്ളുമ്പോഴോ ട്യൂഷൻ ടീച്ചറിന്റെ അടി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കൊരു സ്പാർക്ക് വരുമ്പോഴൊക്കെ ഇവര് ചിലപ്പോൾ ടോപ്പറായി മാറാറില്ലേ. സോ അത് തന്നെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിലും പറയുക. അതായത് ഒരു വസ്തു അത് റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കട്ടെ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഇപ്പോൾ എന്താണ് അതിന്റെ സ്റ്റേറ്റ്, ആ വസ്തുവിന് അതേ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യാനായിരിക്കും താല്പര്യം. എത്ര നേരം? till an external force is applied on it. അതായത് ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കല്ലിനെ അല്ലെങ്കിൽ ഒരു ബോളിനെ നമ്മൾ കാല് കൊടുത്ത് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്ത് നിർത്തുന്നത് വരെ, അല്ലെങ്കിൽ അനങ്ങാത്തൊരു വസ്തുവിനെ നമ്മൾ തള്ളി വിടുന്നത് വരെ, അതുമല്ലെങ്കിൽ പഠിക്കാത്തൊരുവനെ നമ്മൾ പുഷ് ചെയ്ത് പഠിപ്പിക്കാനുള്ളൊരു മനസ്സ് കൊടുക്കുന്നത് വരെ അവൻ അതുപോലെ തന്നെ ഇരിക്കും അല്ലേ. ആ ലേസിനെസ് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ടോപ്പർ എന്നും ടോപ്പർ തന്നെ ആയിക്കൊണ്ടിരിക്കും. That is the importance of an external unbalanced force. അവിടെ നമ്മളൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിക്കുമ്പോഴും ഈ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ മനസ്സിൽ കയറുന്ന മിസ് വിചാരിക്കുന്നു. സോ ആ ലോ നമുക്ക് നോക്കാം. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തിരുന്ന വസ്തു ആ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യും. റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു ആകട്ടെ അതിന്റെ റെസ്റ്റ് പൊസിഷൻ കണ്ടിന്യൂ ചെയ്യും. എതുവരെ? എലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. എന്തിനാ? ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ കമ്പൽ ചെയ്യണം. അങ്ങനെ കമ്പൽ ചെയ്യുന്നത് വരെ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? അതുവരെ അതിന്റെ സ്റ്റേറ്റ് എന്തായിരുന്നു? റെസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ആകട്ടെ, യൂണിഫോം മോഷൻ ആണെങ്കിൽ ആ ഒരു മോഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ആയാലും നമ്മുടെ പാരൻസ് ആണെങ്കിലും നമ്മുടെ എന്താ പറയുക വെൽവിഷേഴ്സ് ആണെങ്കിലും നമ്മളെപ്പോഴും ഫോഴ്സ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കാനാണെങ്കിലും മറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം നമ്മളെ പുഷ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? ഈ മോട്ടിവേറ്റിംഗ് വേർഡ്സ് ആയിരിക്കും ചിലപ്പോൾ ഹിസ്റ്ററി ആയിട്ട് പിന്നീട് മാറുക അല്ലെ. അപ്പോ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ഇനി മറന്നു പോകുമോ? ഇല്ലല്ലേ. പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ സ്റ്റേറ്റ് മാറുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെ മറ്റൊരു പേരിൽ വിളിക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേർഷ്യ. ഞാൻ പറഞ്ഞു ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ജഡത്വം അല്ലെ. അപ്പോ ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. എന്തുകൊണ്ടാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുക എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഒബ്ജക്റ്റ് അതിന്റെ സ്റ്റേറ്റ് മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനി ഇനേർഷ്യ എന്ന ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ മിസ് ഒന്നുകൂടെ പറയാം കേട്ടോ. എന്താണ് ഇനേർഷ്യ അഥവാ ജഡത്വം? ആ വാക്കിൽ തന്നെ ജഡത്വം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സെൽഫ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion along a straight line.
നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിന് ആ റെസ്റ്റ് പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിന് ആ യൂണിഫോം മോഷനിൽ തന്നെ മൂവ് ചെയ്യാനായിട്ട് ആണ് ടെൻഡൻസി, അല്ലേ? അവർക്ക് എന്താ ആ ഒരു സ്റ്റേറ്റ് സ്വയം മാറാനുള്ള കഴിവില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് വേണമല്ലോ. അതായത് ഇനേർഷ്യ ഓവർകം ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വസ്തുവിനും സ്വയം അതിന്റെ സ്റ്റേറ്റ് മാറാൻ സാധിക്കുന്നില്ല, അതിനുള്ള കഴിവില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇനേർഷ്യ അഥവാ ജഡത്വം. അപ്പൊ കഴിവില്ലായ്മയാണ് ഇനേർഷ്യ, അങ്ങനെ ഓർക്കുക, കഴിവില്ലായ്മയാ. സ്വയം മാറാൻ സാധിക്കില്ല. എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ടീച്ചറോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളോ പറയണം, നീ പഠിച്ച് നല്ല നിലയിലാവണം, നിനക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലായാൽ മാത്രമേ ഞാൻ പഠിക്കുള്ളൂ, ശരിയല്ലേ? സോ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു കമ്പലിയുള്ള ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമുക്ക് ഇനേർഷ്യയെ ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അതുകൊണ്ടാണ് ഇതിനെ ജഡത്വം എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞല്ലേ ഇനേർഷ്യക്ക് 3 ടൈപ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഓർക്കണം, അതൊരു മാറ്ററിന്റെ, ഒരു പദാർത്ഥത്തിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാ, അതിന്റെ ഒരു ഐഡന്റിറ്റിയാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ എപ്പോഴും ഒരു വസ്തുവിന്റെ ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ മാസിനെയാണ്. ഓക്കെ, മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ when the mass of a body is more, അതായത് ഒരു വസ്തുവിന്റെ മാസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും അതിന് ഇനേർഷ്യ എന്ന് പറയുന്നത്? അതും കൂടുതലായിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു 5 റുപ്പിയുടെ ഒരു കോയിൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഒരു 5 റുപ്പിയുടെ കോയിനാണ്. അതുപോലെ എൻ്റെ കയ്യിൽ ഒരു 1 റുപ്പിയുടെ കോയിനും ഉണ്ട്. ഏതിനായിരിക്കും ഇനേർഷ്യ കൂടുതൽ? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അതിന്റെ മാസ് നോക്കണം, അല്ലേ? നമുക്കറിയാം 1 റുപ്പിയുടെ ആ ഒരു കോയിനേക്കാൾ കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ് എന്തിന്, അല്ലെങ്കിൽ മാസ് കൂടുതലാണ് 5 റുപ്പി കോയിൻ, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും മാസ് കൂടുമ്പോ എന്ത് കൂടും? ജഡത്വം കൂടും. അതുകൊണ്ട് തന്നെ ഇനേർഷ്യ ഇസ് മോർ ഫോർ 5 റുപ്പി കോയിൻ. അതുകൊണ്ട് ചെറിയൊരു ഫോഴ്സ് ഞാൻ കൊടുത്താൽ ഇതിൽ ഏത് കോയിനായിരിക്കും മൂവ് ചെയ്യുക? ചെറിയൊരു ഫോഴ്സ് മാത്രം കൊടുത്താൽ 1 റുപ്പി കോയിനാ മൂവ് ചെയ്യുക. അതെന്തുകൊണ്ടാ? അതിന് മാസ് കുറവായതുകൊണ്ട് ഒരു ചെറിയ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഇനേർഷ്യ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. എന്നാൽ 5 റുപ്പി കോയിൻ ഹാസ് മോർ മാസ്, അല്ലേ? സോ വാട്ട് ഹാപ്പൻസ്? വി ഹാവ് ടു അപ്ലൈ ലിറ്റിൽ മോർ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി മൂവ്ഡ്. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ മറ്റ് എക്സാമ്പിൾസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, മാസ് ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും ഇനേർഷ്യ കൂടുതൽ. അപ്പൊ അയാൾക്കായിരിക്കും നമ്മൾ കൂടുതൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അയാളെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമത്തെ ലോ ഓഫ് ഇനേർഷ്യ എന്നുകൂടെ അറിയപ്പെടുക. കൺസെപ്റ്റ് വെരി ക്ലിയർ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം, ടൈപ്സ് ഓഫ് ഇനേർഷ്യ. പ്രധാനമായും 3 ടൈപ്പ് ഇനേർഷ്യയെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോവുക. അതിൽ ഒന്നാമത്തേത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. റെസ്റ്റ് ചെയ്യുന്നൊരു വസ്തുവിന്റെ ഇനേർഷ്യ. രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ. ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുള്ള ഇനേർഷ്യയാണ് എന്ത്? ഇനേർഷ്യ ഓഫ് മോഷൻ. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതോ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, ഡയറക്ഷൻ അനുസരിച്ചിട്ട് ആ ഒരു അവസരത്തിൽ ഉണ്ടാകുന്ന ഇനേർഷ്യ. അപ്പോൾ ഈ 3 കൺസെപ്റ്റുകൾ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കിയാലോ? നോക്കാം, അല്ലേ? ഇവിടെ നിങ്ങൾ കാണുക, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാണ് കേട്ടോ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇവിടെ നമ്മളൊരു ബസ്സിൽ കയറി കുറച്ച് പേര് ഇരിക്കുവാണേ, ആ ബസ് പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. സോ അപ്പൊ എന്താ സംഭവിക്കും? The lower part of the body which is in contact with the bus moves forward. നമ്മൾ വണ്ടിയിൽ നിൽക്കുവാന്ന് വിചാരിക്കുക, നമ്മുടെ കാൽഭാഗം, നമ്മുടെ ഫീറ്റും ബാക്കി ആ ലോവർ പാർട്ട് എന്താണ്? ഈ ബസ്സായിട്ട് ടച്ച് ചെയ്തിരിക്കുവാണ്, അല്ലേ? സ്വാഭാവികമായിട്ടും ബസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോഡിയുടെ താഴ്ഭാഗം, അല്ലെ, ലോവർ പാർട്ട് എന്ത് ചെയ്യും? ആ ബസ്സിനൊപ്പം അങ്ങ് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി വിച്ച് ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബസ് മൂവ്സ് ഫോർവേഡ്. ആ സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കുമായിരിക്കും, അല്ലെ? അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ടെൻഡൻസി എന്താ? ഞാൻ നീങ്ങില്ല, അയാൾ എന്ത് ചെയ്യും? നിന്നടുത്ത് തന്നെ അനങ്ങാതെ നിൽക്കും. സോ ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ്. അതെന്തുകൊണ്ടാ? ഡ്യൂ ടു ഇനേർഷ്യ. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്ര ഓർക്കുക, എ പേഴ്സൺ ഫോൾസ് ബാക്ക്വേർഡ്
when a bus starts suddenly. പെട്ടെന്നൊരു ബസ് അനങ്ങാതെ റെസ്റ്റിൽ നിന്നൊരു ബസ് പെട്ടെന്ന് ഓടാൻ തുടങ്ങിയ സമയത്താണെങ്കിൽ ആളെന്ത് ചെയ്യും? ബാക്കിലേക്ക് വീഴാനാണ് ടെൻഡൻസി വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെ? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആട്ടോ നമ്മൾ പറയുന്നത്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിലാണ് എന്ത്? ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ഫ്രണ്ടിലേക്ക് ആയിരുന്നു, എന്നാൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി റെസ്റ്റിൽ തന്നെ നിന്ന് അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാകുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കിയാലോ? നമ്മുടെ വീട്ടിലൊക്കെ കാർപ്പറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? കാർപ്പറ്റ്. അപ്പൊ അതിൽ ഒരുപാട് ഡസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത് അമ്മ എന്ത് ചെയ്യും? നന്നായിട്ട് അത് ഇങ്ങനെ അടിക്കും അല്ലെ? ആ സ്റ്റിക്ക് വെച്ച് അടിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡസ്റ്റ് ഇസ് റിമൂവ്ഡ് ഫ്രം ദിസ് ഹാങ്ങിങ് കാർപ്പറ്റ്. കാർപ്പറ്റ് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടായിരിക്കും അമ്മ ഈ പൊടി അതിൽ നിന്ന് അടിച്ചു കളയുക. സോ ബീറ്റിംഗ് വിത്ത് എ സ്റ്റിക്ക് എന്ത് ചെയ്യും? The dust is removed from the hanging carpet. അപ്പോ ആ ഡസ്റ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അവിടെ ഉള്ളത്. കാരണം എന്താ? It tried to remain there itself. ഓക്കെ, അപ്പോ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ ഒരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. A fruit falls down from the tree when its branch is shaken. നന്നായിട്ട് പഴുത്ത് കിടക്കുന്ന മാങ്ങകളുള്ള ഒരു മാവ് സങ്കല്പിച്ചേ. നമ്മൾ അതുമ്പോൾ ചെന്ന ഒരു ബ്രാഞ്ച് നന്നായിട്ട് കുലുക്കുവാണെങ്കിൽ ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് പഴുത്ത 2-3 മാങ്ങകളൊക്കെ ചിലപ്പോൾ താഴേക്ക് വീഴും അല്ലേ? അത് എന്തുകൊണ്ടാണ് താഴേക്ക് വീഴുന്നത്? നമ്മളിങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് കൊണ്ടാണ്. മാസ് കൂടുതലുള്ള മാങ്ങ എന്ത് ചെയ്യും? പെട്ടെന്ന് അതിന് പൊട്ടും. പക്ഷെ അത് അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രാഞ്ച് നീങ്ങുമല്ലേ? അപ്പൊ എന്ത് പറ്റും? ഇറ്റ് ഹാവ് ദ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മാംഗോ താഴേക്ക് വീഴുന്നത് കേട്ടോ. സോ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ 3 വ്യത്യസ്ത എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ചിട്ട് ഗീവ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മക്കളെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന രണ്ടാമത്തെ ഇനേർഷ്യ ആണ് ഇനേർഷ്യ ഓഫ് മോഷൻ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ എങ്ങനെയാണ് ജഡത്വം അനുഭവപ്പെടുക, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. So it is the inability of a body to change its state of uniform motion in a straight line by itself. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ ചലനം നിർത്താൻ സാധിക്കില്ല ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസിയെ നമ്മൾ എന്ത് പറയാ? ഇനേർഷ്യ ഓഫ് മോഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ബസ് ഒരു സഡൻ ബ്രേക്ക് കിട്ടും. സഡൻ ബ്രേക്ക് ഇട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം അല്ലേ? വി ഫോൾ ഫോർവേഡ്. നമ്മൾ ചിലപ്പോ ഫ്രണ്ടിലേക്ക് ചേച്ചിയുടെ മുഖത്തു ഇരിക്കും. അതെന്തുകൊണ്ടാ? ഫ്രണ്ടിലേക്ക് തന്നെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് നമ്മൾ വീഴാൻ അല്ലെങ്കിൽ ആയാനുള്ള കാരണം എന്തുകൊണ്ടാ? റീസൺ ഇതാണ്. നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി മോഷനില. ബസിന്റെ കൂടെ നമ്മുടെ മുകൾ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ആ മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ദ ലോവർ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റ് comes to rest along with the bus. അതായത് സഡൻ ബ്രേക്ക് ഇടുമ്പോ നമ്മുടെ ഫീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബസിന്റെ ഒപ്പം സ്റ്റോപ്പ് ആവുന്നുണ്ട്. ബട്ട് അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി കണ്ടിന്യൂ ഇറ്റ്സ് മോഷൻ. അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ when a bus starts അല്ലെങ്കിൽ when a moving bus suddenly stops we fall forward. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബസ്സിൽ വരുന്ന ഈ 2 സിറ്റുവേഷൻ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് ബ്രേക്ക് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക, പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അവസാനമായിട്ട് 3ാമത്തെ ഇനേർഷ്യ നോക്കാം. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. വളവ് തിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുമ്പോ എന്താണ് ജഡത്വത്തിന് സംഭവിക്കുക? ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് എന്താണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയണം. ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ബൈ ഇറ്റ് സെൽഫ്. ഇപ്പൊ ഒരു കല്ല് ഒരു കയറിൽ കെട്ടി നമ്മൾ കറക്കുവാന്ന് വിചാരിക്കുക. അത് ആ സർക്കുലർ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സാ. ഇതൊക്കെ നമുക്കറിയാം, ശരിയല്ലേ? അവിടെയുള്ള ആക്സിലറേഷൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ്. ഇതെല്ലാം നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇത് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാ? അവിടെ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിക്കേ, പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈ ആ ഒരു എന്താ പറയാ സ്ട്രിങ്ങിന്റെ അറ്റന്റെ കയ്യിലാ, പെട്ടെന്ന് വിട്ടുപോയ എന്ത് സംഭവിക്കും? ടാൻജൻഷ്യൽ ആയിട്ട് അല്ലെ? ഇതിന് ടാൻജൻഷ്യൽ ആയിട്ട് അത് പോയി എവിടെയെങ്കിലും പോയി വീഴും. അതോടെ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് അവിടെ ഇല്ലാതെയുമാകും. സോ എ സ്റ്റോൺ വിച്ച് ഇസ് ബീങ് വേൾഡ് ഇൻ എ സർക്കിൾ ഫ്ലൈസ് ഓഫ് ടാൻജൻഷ്യലി. നമുക്കറിയാം സർക്കിള് ടാൻജന്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ കൂടി മാത്രം പോകുന്ന ഒരു ലൈനെ പറയുന്ന പേരാ.
when the string suddenly breaks അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ ടാൻജൻഷ്യൽ ആയിട്ട് ആ പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആ ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ് പോയി വീഴാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് എന്താ? ഏത് ജഡത്വ? ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ആണ് കേട്ടോ. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പൊ ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? നന്നായി പഠിക്കണം. എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു കൺസെപ്റ്റിലേക്ക് പോകാം. ലീനിയർ മൊമെന്റം അഥവാ മൊമെന്റം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? മൊമെന്റം നിങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പോ അതിന്റെ സിമ്പൽ എന്താന്ന് ഓർമ്മയുണ്ടോ? സ്മോൾ ലെറ്റർ പി ആണല്ലേ മൊമെന്റം. നമുക്കറിയാം മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസും വെലോസിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മൊമെന്റം കിട്ടുക. അപ്പൊ ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതിയാലോ? P is equal to m into v. m is mass and v is the velocity. ആവേഗം എന്ന് പറയും വെലോസിറ്റി. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റിയാ? അതൊരു വെക്ടർ ക്വാണ്ടിറ്റി. അതെന്തുകൊണ്ടാണ് വെക്ടർ ക്വാണ്ടിറ്റി ആയത്? നമുക്കറിയാലോ വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് മൊമെന്റം എന്ത് തന്നെയായിരിക്കും? വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ഡയറക്ഷൻ ഇസ് ഓൾസോ ഇൻവോൾവ്. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല അതിന് ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ആ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ മൊമെന്റവും ആക്ട് ചെയ്യപ്പെടുക. മനസ്സിലായല്ലോ? ഇനി അതിന്റെ യൂണിറ്റ് അറിയണോ അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. മാസ് കിലോഗ്രാമിലായിരിക്കും, അതുപോലെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. അതാണ് SI യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? യെസ്, ദാറ്റ് ഈസ് എ യൂണിറ്റ് ഫോർ ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം എന്നുള്ളത് സിമ്പിൾ മൊമെന്റം തന്നെയാണ് കേട്ടോ. അതിന്റെ സിമ്പിൾ ആണ് സ്മോൾ ലെറ്റർ പി. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിവിടെ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് രണ്ട് ബോളുകൾ കാണാം അല്ലേ? ഒരു ബിഗ് ബോളും ഉണ്ട്, ഒരു സ്മോൾ ബോളും ഉണ്ട്. മനസ്സിലായല്ലോ? ഒരു ബിഗ് ബോളും ഉണ്ട്, ഒരു സ്മോളർ ബോളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ കാണാൻ പോകുന്നത്? ഇതിന്റെ മൊമെന്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതൊരു ചെറിയ ടെന്നീസ് ബോൾ ആണ് കേട്ടോ. സോ ഇതിന്റെ രണ്ട് സൈസ് ഡിഫറെന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരെണ്ണം വലുതാണ്, മറ്റേത് വളരെ ചെറുതാ. അപ്പൊ അതനുസരിച്ച് മാസിന് ഡിഫറൻസ് ഉണ്ട്. ഇത് ബിഗ്ഗർ മാസ് ആണ്, ഇതിന് ലൈറ്റർ മാസ് ആണ്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊമെന്റം കൂടുമ്പോ, മാസ് കൂടുമ്പോ നമുക്കറിയാലോ ഓട്ടോമാറ്റിക്കാണ് അവിടെ എന്താ സംഭവിക്കുക. അതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മൊമെന്റത്തിനെ ആശ്രയിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് മാസ്, രണ്ടാമത്തേത് വെലോസിറ്റി. ഓർക്കേണ്ട കാര്യം ഇതാണ്, മൊമെന്റം ദ വാല്യൂ ഓഫ് പി, സ്മോൾ ലെറ്റർ പിയുടെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ് അല്ലേ? ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ്. ഏതൊക്കെയാ? മാസ് ആൻഡ് വെലോസിറ്റി. സോ വെൻ മാസ് ഇൻക്രീസസ്, മാസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ബോളും ഒരു ചെറിയ സ്റ്റോണും, അല്ലെങ്കിൽ ഒരു ബിഗ്ഗർ ബോളും ഒരു സ്മോളർ ബോളും കൂടെ നമ്മൾ ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? മാസ് ഓഫ് ദ ലാർജർ ബോഡി ഉള്ള ആൾക്ക് ഗ്രേറ്റർ വിൽ ബി ദ മൊമെന്റം. സോ ഇതൊരു ബിഗ്ഗർ ബോൾ ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്തായിരിക്കും? ഇറ്റ് വിൽ ഹാവ് മോർ മൊമെന്റം. മൊമെന്റം വിൽ ഓൾസോ ബി മോർ. അതേസമയം ഇവിടെ സ്മോൾ ബോൾ ആണ്, അതിന്റെ മാസ് കുറവാണ് അല്ലേ? മാസ് ഇസ് ലെസ്. അതുകൊണ്ട് തന്നെ ഇവിടെ അനുഭവപ്പെടുന്ന മൊമെന്റം എന്ത് തന്നെയായിരിക്കും? കമ്പയർഡ് ടു എ ബിഗ്ഗർ ബോൾ ഇവിടെ മൊമെന്റം ലെസ് ആയിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി രണ്ടാമത്തേത് വെലോസിറ്റി. നമുക്കറിയാം ഒരാള് ഇപ്പൊ നമ്മളൊരു ബോൾ നമ്മളൊരു കൈവച്ച് എറിയുവാണെങ്കിൽ, ഒരു ചെറിയ ബോളും വലിയ ബോളും ഉണ്ട്. അപ്പൊ നമ്മള് അവിടെ വെലോസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അപ്പൊ വെലോസിറ്റി കൂടുമ്പോ എന്ത് സംഭവിക്കും? When velocity increases, momentum also increases. When velocity increases, momentum also increases. അത് ഓർത്തിരിക്കുക കേട്ടോ. വെലോസിറ്റി ആവേഗം കൂടുന്ന അനുസരിച്ചിട്ട് അവിടെ മൊമെന്റത്തിന്റെ വാല്യൂം എന്ത് തന്നെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഓർക്കണം, മൊമെന്റം എന്ന് പറഞ്ഞിട്ട് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, ആൻഡ് യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ
It depends on two factors, mass and velocity. When mass increases, velocity increases. Sorry, when mass increases, momentum also increases. ഇനി വെലോസിറ്റി ആണ് കൂടുന്നതെങ്കിലോ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് മൊമെന്റവും കൂടുതലായിരിക്കും. എല്ലാവർക്കും ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? നൗ നമുക്കിനി ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലേക്ക് കടക്കാം. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇവിടെ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ പഠിക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും ലോസ് പഠിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായം അല്ല എഴുതണ്ടേ, ന്യൂട്ടൺ എന്താണ് അവിടെ പറഞ്ഞു വെച്ചത്. ഒന്നാം ചലന നിയമം എന്ന് പറയുമ്പോൾ ന്യൂട്ടന്റെ ചലന നിയമമാണ്. അപ്പൊ ന്യൂട്ടൺ എങ്ങനെയാണോ നിയമം പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് എഴുതണം. ഒരു മാറ്റവും വരുത്തരുത്. ഗിവ് റീസൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമ്മുടേതായ രീതിയിൽ ആശയം എഴുതാം. പക്ഷേ ലോ അല്ലെങ്കിൽ തിയറം പറയുമ്പോൾ അത് അതുപോലെ തന്നെ എക്സാം പേപ്പറിലേക്ക് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ആദ്യമേ ഈ ന്യൂട്ടൺ പറഞ്ഞു വെച്ച രണ്ടാം ചലന നിയമം ഒന്ന് നോക്കാം. എന്താണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. സമയത്തിനനുസരിച്ച് മൊമെന്റത്തിന് എന്താണോ മാറ്റം ഉണ്ടാവുന്നത്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ അവിടെ മൊമെന്റം എന്താണോ സമയത്തിനനുസരിച്ച് മാറിയത് അത് അപ്ലൈഡ് ഫോഴ്സിന്, അവിടെ എന്ത് ഫോഴ്സ് ആണ് നമ്മൾ കൊടുത്തത് എക്സ്റ്റേണലി, ആ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ചേഞ്ച് ഇൻ മൊമെന്റം കൂടിയാൽ അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നടക്കാൻ പോകുന്ന ഈ ഒരു ചേഞ്ച് ഇൻ മൊമെന്റം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ നടക്കുന്ന ഡയറക്ഷൻ അല്ലേ, ഏത് ദിശയിലാണ് ഈ ഒരു പ്രക്രിയ നടക്കുക? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ്. ഏത് ദിശയിലേക്കാണോ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ദിശയിലേക്കായിരിക്കും ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുക. അതായത് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദാറ്റ് ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ്, അല്ലെങ്കിൽ ദ ഫോഴ്സ് ആക്ട്സ് ഓൺ. ക്ലിയർ ആണോ? നമുക്ക് ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. The rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. Clear ആണല്ലോ? Yes. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഷുവർ ആയിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്കറിയാം ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്ന് പറയുമ്പോൾ തന്നെ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാ അല്ലെങ്കിൽ എം എ എന്ന് നമ്മൾ ഓർക്കണം അല്ലെ. മാ എന്നൊക്കെ ഓർത്താലും മതി, ജസ്റ്റ് നമുക്ക് മറന്നു പോകാതിരിക്കാൻ. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ എങ്ങനെയാണ് ഈ ഡെറിവേഷനിലേക്ക് വന്നെത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലയിലേക്ക് എങ്ങനെയാണ് ന്യൂട്ടൻ എത്തിയത്, അതിന്റെ ഡെറിവേഷൻ നമുക്കൊന്ന് നോക്കിയാലോ. സോ ലെറ്റ്സ് കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം. അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു ബോഡി, അതിന്റെ മാസ് എന്താണ്? മാസ് ഇസ് എം ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ മൊമെന്റം പി. ബോഡിക്ക് കൺസിഡർ ബോൾ ആണെന്ന് വിചാരിക്കുക. സോ ആ ബോളിന്റെ എന്താണ്? ബോളിന്റെ മാസ് ആണ് സ്മോൾ ലെറ്റർ എം ആൻഡ് അതിന്റെ മൊമെന്റം ആണ് എന്ത്? പി. ഓക്കെ, സോ consider a force F. Let a force F acts on the body. So ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ആക്ടിങ് is F on a body for a time interval delta t. സോ അവിടെയുള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡെൽറ്റ ടി. ഇത്രയും ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ according to Newton's second law എന്താ പറഞ്ഞത്? rate of change of momentum of a body is proportional to the applied force. so applied force F ആണല്ലോ. നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം? F is equal to എങ്ങനെ എഴുതാൻ പോവാണ്? F is equal to F is equal to change in momentum with time, അതായത് dp by dt. നമുക്കറിയാം മൊമെന്റം ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരോ കാണിക്കാം, dp by dt. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, ഇവിടെ പ്രപ്പോർഷണൽ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈക്വൽ ചിഹ്നം അല്ല ആദ്യം വേണ്ടത്, പിന്നെ എന്താ വേണ്ടത്?
proportionality. Force F is proportional to dp by dt, that is change in momentum with the time. Therefore, in order to remove this proportionality, നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ ഇത് എന്തായിട്ട് മാറും? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആയിട്ട് മാറും. എന്തുകൊണ്ടാ? കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? സോ ദാറ്റ് 1 ഇൻറ്റു ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സോ ഈ പി എന്ന് പറയുന്നത് ആ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൊമെന്റം ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം? എഫ് ഇസ് ഈക്വൽ ടു മൊമെന്റം മാസിന്റെ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൊമെന്റം പി ഇസ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുമ്പോൾ വെലോസിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, മാസ് കോൺസ്റ്റന്റാ. സോ മാസിനെ പുറത്തേക്ക് എടുക്കാം. സോ ഇറ്റ് ബിക്കംസ് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എന്ത് വരും? ബാക്കി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മറ്റൊരു രീതിയിൽ എഴുതി കാണിക്കാം. അതായത് എം ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് ക്ലിയർ ആണല്ലോ? ഇനി മാസ് മാത്രം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ഫൈനൽ എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. എന്താണ് ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത്? ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സമയത്തിനനുസരിച്ച് വെലോസിറ്റി മാറുന്നതിനെ നമ്മൾ എന്താ പറയുക? ആക്സിലറേഷൻ എന്നാ പറയുക അല്ലേ? ആക്സിലറേഷൻ. സോ നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക് വരാലോ. Therefore, F is equal to m into dv by dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആക്സിലറേഷൻ എ. സോ ഇതാണ് നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോഡ് ഇക്വേഷൻ. എഫ് ഇസ് ഈക്വൽ ടു എം എ. അതല്ലേ നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നത്? എല്ലാവർക്കും മനസ്സിലായല്ലോ? നന്നായി പഠിക്കണം. 2 മാർക്സിന് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ഇതിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഹൗ ടു ഡിറൈവ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ആ ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു എം എ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഓർക്കണം, ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്. അത് ഇറ്റ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. അതായത് ആക്സിലറേഷനും സെയിം ഡയറക്ഷൻ ആയിരിക്കും, മാസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഈ ഡെറിവേഷൻ പഠിക്കണം കേട്ടോ. കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും. ക്വസ്റ്റ്യൻ ഇതാ: എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ എ ബോഡി ഓഫ് മാസ് 3 കിലോ. അപ്പൊ നമുക്ക് മാസ് കിട്ടി എന്താണ്? 3 കിലോഗ്രാം ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ചേഞ്ചസ് ഇറ്റ് സ്പീഡ്. സ്പീഡ് മാറി എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 3 മീറ്റർ പെർ സെക്കൻഡ് ആയി. 25 സെക്കൻഡിലാണ് ഈ ഒരു സ്പീഡ് മാറിയിരിക്കുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കത് വെലോസിറ്റി ആയിട്ടും കണക്കാക്കാം കേട്ടോ. ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഡയറക്ഷൻ മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയറക്ഷൻ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. എന്താ ചെയ്യേണ്ടത്? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? എഫ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് മാസ് അറിയാം, അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമും അറിയാം. യെസ്, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാ. അപ്പൊ ആക്സിലറേഷൻ നമുക്കറിയാലോ, വി മൈനസ് യു ബൈ ടി ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ റൈറ്റ് ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും നോക്കിക്കേ. മാസ് ഇവിടെ തന്നിട്ടുണ്ട് 3 കിലോഗ്രാം ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, യു എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡിവൈഡഡ് ബൈ ടൈം 25 സെക്കൻഡ്. സോ 3 ഇൻറ്റു 3 മൈനസ് 2 എന്ന് നമ്മൾ 1/25 എന്ന് വരും അല്ലേ? അതായത് 1/25 വേണമെങ്കിൽ ആദ്യം ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ 3/25 എന്ന് ചെയ്യുക. 3 ഡിവൈഡഡ് ബൈ 25 നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ. എല്ലാവരും ഒന്ന് ചെയ്തേ. 3 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്?
ആൻസർ ഒന്ന് പറയണം കേട്ടോ. 3/25 പോവില്ല, അതുകൊണ്ട് പോയിന്റ് കൊടുത്തു. 30 എന്ന് പറയുമ്പോൾ 1 ആയി. 25 5 ഉണ്ട്, അതിൽ പോവില്ലല്ലോ, 0 കൊടുക്കുക. അപ്പം 2 times അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. എന്താണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്? എല്ലാവർക്കും ഒന്ന് പറയാമോ ഫൈനൽ ആൻസർ എന്താ വരിക? നമുക്കിവിടെ കിട്ടുന്ന ഫൈനൽ ആൻസർ, അതായത് എഫ് എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ഇസ് ഈക്വൽ ടു 0.12 ന്യൂട്ടൺ എന്ന. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. എഫ് ഇസ് ഈക്വൽ ടു 0.12 ന്യൂട്ടൺ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ പ്രോബ്ലം? ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓഫ് മാസ് 4 kilo and 5 kilo are acted upon by the same force. അപ്പോൾ രണ്ട് വ്യത്യസ്ത മാസുകൾ ഒരേ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കത് രണ്ട് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. ഒരു 4 kilo ഉള്ളൊരു മാസുള്ളൊരു ബോഡി ഉണ്ട്, 5 kilo മാസുള്ള മറ്റൊരു ബോഡി ഉണ്ട്. 4 കിലോയും ഉണ്ട്, മറ്റൊന്നിന് എന്താ ഉള്ളത്? 5 കിലോയാണ് മാസ് വരുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ബോഡീസ് നമ്മൾ കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ ബോഡി 5 കിലോയും ഒന്നാമത്തെ ബോഡി 4 കിലോയും മാസ് വരുന്നു. ഇനി അവരുടെ ആക്സിലറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഓഫ് ദ ലൈറ്റർ ബോഡി. ലൈറ്റർ ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2 meter per second. അപ്പൊ വെയിറ്റ് കുറഞ്ഞ ആൾ 4 കിലോയാ. അയാളുടെ ആക്സിലറേഷൻ എത്രയാ? A is equal to 2 meter per second. നമ്മൾ എന്ത് ചെയ്യണം? We have to find the acceleration of the heavier body. ഈ ഹെവിയർ ബോഡിയുടെ ആക്സിലറേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആക്സിലറേഷൻ ഓഫ് ദ ഹെവിയർ ബോഡി? എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആക്സിലറേഷൻ ഓഫ് ദ ഹെവിയർ ബോഡി? നമുക്ക് രണ്ടും ഫോഴ്സസ് ആണ്, രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ. എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ F1, അതായത് ഫോഴ്സ് ഓഫ് സ്മോളർ ബോഡി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഹെവിയർ ബോഡി. സോ ലെറ്റ് ഇറ്റ് ബി F1. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F2 ആണെന്ന് വിചാരിക്കും. രണ്ട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ. F is equal to ma എന്ന് നമ്മൾ പഠിച്ചു. മാസ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ M into A1 അല്ലെങ്കിൽ M1A1 is equal to M2A2. ഇവിടെ A2 ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കറിയാലോ. വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 4 കിലോഗ്രാം ഫസ്റ്റ് ബോഡിക്ക് 4 കിലോ മാസും 2 meter per second ആക്സലറേഷനുമാണ്. 2 meter per second സ്ക്വയർ ആക്സലറേഷനുമാണ് അല്ലേ. ആക്സലറേഷൻ എപ്പോഴും എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് പറയുന്നത്. ഓക്കെ, സോ 2 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ 8 എന്ന് വരും. ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ബോഡിയുടെ മാസ് 5 ആണ്, അതിൻ്റെ ആക്സലറേഷൻ നമുക്കറിയില്ല. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇവിടെ 8 is equal to 5A2 എന്ന് വരും. അപ്പോൾ A2 എന്താ? 8 divided by 5 എന്നാ വരിക അല്ലേ. 8 divided by 5. അത് നിങ്ങൾ സോൾവ് ചെയ്ത ആൻസർ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ 8 divided by 5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരാൻ പോകുന്നത്? 1.6 എന്നാണ് നമുക്ക് എന്ത് വരിക? ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. 1.6 ആക്സലറേഷൻ ആഡ് യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. എല്ലാവർക്കും കിട്ടിയല്ലോ. ഇത്തരത്തിൽ നിങ്ങൾ പല പ്രോബ്ലംസ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് മാർക്ക് പോകാൻ ഇടയുള്ള ചോദ്യങ്ങൾ. ഇനി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് എന്ത്? ഇമ്പൾസീവ് ഫോഴ്സ് അഥവാ ആവേഗബലം. ഈ ആവേഗവും പ്രവേഗവും മാറിപ്പോകരുത് കേട്ടോ. വെലോസിറ്റി എന്ന് പറയുന്നത് പ്രവേഗമാണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗമാണ്. അതുപോലെ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആവേഗബലം. അതായത് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവേഗം. ഇമ്പൾസ് ഉണ്ടായി, എനിക്കൊരു ഇമ്പൾസ് കിട്ടി എന്ന് പറയുമ്പോൾ എന്താ? ഒരു ചെറിയ സമയത്തിൽ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന വലിയ ഫോഴ്സാ. ഒരു ആണി ചുറ്റിക്കുപ്പിച്ച് അട്ടിച്ച് കയറ്റുമ്പോൾ ഒരൊറ്റ അടിയില് അവിടെ ആ ഒരു വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എന്ത് പറ്റും? ആ ചെറിയ ആണി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കയറി പോകും അല്ലെ. സോ അതാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇറ്റ് ഈസ് ദ ലാർജ് ഫോഴ്സ് വിച്ച് ആക്ട്സ് ഓൺ ബോഡീസ് ഫോർ ഷോർട്ട് ടൈം. വളരെ ചുരുങ്ങിയ സമയത്തേക്ക് ഒരു ബോഡിയിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന വലിയ ഫോഴ്സിനെ നമ്മൾ എന്ത് പറയുക? ഇറ്റ് ഈസ് നോൺ ആസ് ഇമ്പൾസീവ് ഫോഴ്സ്, അതായത് ആവേഗബലം. നമ്മള് ഒരു ഒരു ബാറ്റ് ഹിറ്റ് ചെയ്യാൻ നേരത്തെ ഒരു ബോൾ നമ്മൾ എറിഞ്ഞിട്ട് ബാറ്റ് വെച്ച് അടിച്ചു തെറിപ്പിക്കും. ക്രിക്കറ്റിലൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇൻ ഹിറ്റിംഗ് എ ബോൾ വിത്ത് എ ബാറ്റ്, ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. ഇൻ ഹിറ്റിംഗ് എ ബോൾ
വിത്ത് എ ബാറ്റ്. അതാണ് എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ഫയറിംഗ് എ ഗൺ, നമ്മൾ വെടിവെക്കുന്ന സമയത്ത് ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് ആ ഒരു വലിയ ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ചെറിയ സമയത്ത് വലിയ ഒരു ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്നു. മനസ്സിലായല്ലോ? ഇവിടെ നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾ കാണാം അല്ലെ. ഒരു ബോൾ, ക്രിക്കറ്റ് ബോൾ എന്ത് ചെയ്യാണ്, ഈ ബാറ്റ്സ്മാൻ അടിച്ച് തെറിപ്പിക്കുക അല്ലെ, 6 or 4 ഒക്കെ അടിച്ച് തെറിപ്പിക്കുക പറമ്പിലേക്ക്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ഇവിടെ കാണുക. മറ്റൊന്ന് നോക്കിക്കേ, ഞാൻ പറഞ്ഞതുപോലെ ഒരു നെയില് ഒരു ഹാമർ ഉപയോഗിച്ച് നമ്മൾ ഉദ്ദേശിച്ച ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുവാണ്, അടിച്ച് കയറ്റുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മക്കളെ, ഇതെല്ലാം ഇമ്പൾസീവ് ഫോഴ്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഇമ്പൾസ് എന്ന് നോക്കണം. ഇമ്പൾസീവ് ഫോഴ്സിന് കാരണമാകുന്ന ഇമ്പൾസ്, സോ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ആവറേജ് ഫോഴ്സ് ആൻഡ് ദ ടൈം ഫോർ വിച്ച് ഇറ്റ് ആക്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പൾസിനെ എങ്ങനെ എഴുതുക, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്നല്ലേ പറയാറ്. ഫോഴ്സ് ഇൻറ്റു ടൈം, അതായത് ദ ആവറേജ് ഫോഴ്സ് ആൻഡ് ദ ടൈം, എന്തുമാത്രം സമയത്തിലേക്കാണ് നമ്മൾ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മളവിടെ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എത്ര സമയത്തേക്കാണ് എക്സേർട്ട് ചെയ്തത്, ആ ഫോഴ്സും ടൈമും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ അനുഭവപ്പെട്ട ആവേഗം അഥവാ ഇമ്പൾസ് എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ആൻ ഇമ്പൾസീവ് ഫോഴ്സ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ്. അതൊരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഇറ്റ് ചേഞ്ചസ് ഫ്രം 0 to maximum. അതിന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. കോൺസ്റ്റന്റ് ആയിരിക്കില്ല. 0-ൽ നിന്നൊരു മാക്സിമം വാല്യൂ വരെ അത് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു മെഷർ. നമുക്ക് ആവേഗബലം അല്ലെങ്കിൽ ആവേഗം പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ 0 തൊട്ട് ഹയർ വാല്യൂ വരെ അതിന് ചേഞ്ച്, ഫ്ലക്ച്വേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വി മെഷർ എ ടോട്ടൽ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് കോൾഡ് ഇമ്പൾസ്. അതുകൊണ്ട് തന്നെ നമ്മളത് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ ഇഫക്റ്റ് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇമ്പൾസ് എന്ന് അറിയപ്പെടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കാണേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ഇമ്പൾസ് ആൻഡ് മൊമെന്റം. ഇമ്പൾസും മൊമെന്റവും തമ്മിലുള്ള പ്രധാനപ്പെട്ട റിലേഷൻ നമുക്കൊന്ന് കണ്ടാലോ. വി നോ ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പ്രകാരം നമ്മൾ എന്ത് ഇക്വേഷനാ പഠിച്ചേ, ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം F is proportional to change in momentum with respect to time അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം? ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ടൈം. അതായത് സമയത്തിനനുസരിച്ചിട്ട് എന്തുമാത്രം ഫോഴ്സ് ആണ് മാറുക. ദാറ്റ് ഈസ് ഡെൽറ്റ പി. അതായത് ഡി പി എന്ന് പറയുന്നത് ആ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, വി ക്യാൻ സേ ദാറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് മീൻസ് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ദിസ് ഈസ് ദ റിലേഷൻ. ഓക്കെ, സോ നമ്മൾ റിലേഷനിലേക്ക് എത്തി കേട്ടോ. റിലേഷൻ ബിറ്റ്വീൻ ഇമ്പൾസ് ആൻഡ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. അതായത് മൊമെന്റം മാറുന്നത് നമ്മൾ ഡി പി. അത് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം. ഇനി നമുക്കൊരു കാര്യം കൂടി നോക്കണം മക്കളെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു എന്താണ് ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ന് നോക്കണ്ടേ. നമ്മൾ എന്താ പറഞ്ഞേ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ടൈം, എഫ് ഇൻറ്റു ടി ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം ഫോഴ്സിന് യൂണിറ്റ് ന്യൂട്ടനാ, ടൈമിന് യൂണിറ്റ് സെക്കൻഡാ. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസിന് യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് എന്നാണ് യൂണിറ്റ്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? ഇറ്റ് ഈസ് ഇമ്പൾസിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ സെക്കൻഡ്. ക്ലിയർ ആണല്ലോ? അതിന്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു ടൈം. നമ്മൾ റിലേഷൻ കണ്ടു, റിലേഷൻ ബിറ്റ്വീൻ ഇമ്പൾസ് ആൻഡ് മൊമെന്റം. എന്താണ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതിന്റെ ഒരു കോമൺ എക്സാമ്പിൾ നമുക്കൊന്ന് കാണാം.
നിങ്ങൾ എല്ലാവരും ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരാണ് അല്ലേ? നമുക്കറിയാം ഒരു വലിയൊരു എന്താ പറയുക നല്ലൊരു സിക്സർ പറത്തി ഒരു ബോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഫീൽഡ് ചെയ്യുന്ന ആള് ആ ബോൾ ക്യാച്ച് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഭയങ്കര ആകാംക്ഷയോടെ നമ്മൾ നോക്കുമല്ലേ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ ക്രിക്കറ്റർ എന്ത് ചെയ്യുന്നത്, ഹി ഡ്രോസ് ഹിസ് ഹാൻഡ് വൈൽ ക്യാച്ചിങ് എ ബോൾ. ആ ബോള് ഇങ്ങനെ പിടിക്കുന്നതിന് പകരം അയാൾ എന്ത് ചെയ്യും, പരമാവധി താഴേക്കാക്കിയായിരിക്കും പിടിക്കുന്നത്. സ്റ്റൈല് കാണിക്കുന്നതാണോ അത്? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കുറച്ചും കൂടി താഴ്ത്തിയോ അല്ലെങ്കിൽ സമയം കൂടുതലെടുത്തായിരിക്കും പുള്ളി അത് പിടിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ എക്സാം. എന്താണ് കാരണം എന്ന് പറയട്ടെ? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആർ ടോപ്പിക് വാട്ട് വി ഹാവ് ലേൺ ജസ്റ്റ് നൗ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു, അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ dp/dt എന്ന് പറഞ്ഞല്ലേ. സമയം അവിടെ കൂടുതൽ കിട്ടിയാൽ, അതായത് ആ ബോൾ വരുന്ന സമയം ഇയാള് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക കൈ താഴേക്കാക്കിക്കൊണ്ട്. അങ്ങനെ ടൈം അവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെൻ ചേഞ്ച് ഇൻ ടൈം ഇൻക്രീസസ്, ഈ ΔT എന്ന് പറഞ്ഞ ടൈം ചേഞ്ച് ഇൻ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് കുറയും. ചേഞ്ച് ഇൻ ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയും, കാരണം ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ക്രിക്കറ്ററിന് ഇഞ്ചുറി സംഭവിക്കില്ല. മനസ്സിലായോ? ആ ക്രിക്കറ്ററിന് നോ ഇഞ്ചുറി ഉണ്ടാകുന്നില്ല. അത് മാത്രമാണോ? ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാൻ മാത്രമാണോ പുള്ളി അങ്ങനെ ചെയ്യുന്നത്? അത് മാത്രമല്ല കേട്ടോ കാരണം. പിന്നെ എന്താണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ദ ബോൾ if in order to, അതായത് he apply a small force in order to stop the ball. വളരെ കുറച്ച് ഫോഴ്സ് മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ the ball in turn exerts a small force on this hand. അയാളുടെ കയ്യിൽ വളരെ കുറച്ച് ഫോഴ്സേ അപ്ലൈ ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഞ്ചുറി ഉണ്ടാവുന്നില്ല. അല്ലാതെ ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല കൈ താഴേക്കാക്കുന്നത്. മനസ്സിലായോ? അയാൾക്ക് ടൈം, ആ ബോൾ വന്ന് വീഴാൻ അല്ലെങ്കിൽ കയ്യിലേക്ക് വരാനുള്ള സമയം കൂട്ടണം. സമയം ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടിക്കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് കുറയും. അപ്പം അതുകൊണ്ട് തന്നെ ഇഞ്ചുറി ഇല്ലാതെ പുള്ളിക്ക് ആ ക്യാച്ച് എടുക്കാനും ആളെ ഔട്ടാക്കാനും സാധിക്കും. അതാണ് നിങ്ങൾ പലപ്പോഴും കാണാറുള്ളത് കേട്ടോ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നന്നായിട്ട് പഠിക്കണം. ഇതൊരു ഗീവ് റീസൺ ആയിട്ട് കൂടുതൽ വർഷങ്ങളിലും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ.